ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വചനം ഇങ്ങനെ പറയും: ഇനിമേൽ ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. ഈശോയ്ക്ക് തൻ്റെ പ്രിയപ്പെട്ടവരെ വിളിക്കാൻ, അഭിസംബോധന ചെയ്യാൻ ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയ വാക്ക് സ്നേഹിതർ എന്നാണ്. എൻ്റെ സ്നേഹിതന്മാർ, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ സ്വന്തം. ഈശോ എപ്പോഴും അങ്ങനെ പറയുമായിരുന്നു, എൻ്റെ പ്രിയപ്പെട്ടവർ. ഞാൻ നിങ്ങളെ എൻ്റെ സ്നേഹിതന്മാരായിട്ട് കാണുകയാണ്. അങ്ങനെയാണ് വിളിക്കണത്, ദാസന്മാരായിട്ടല്ല, എൻ്റെ കീഴെ നിൽക്കുന്നവരായിട്ടല്ല. എൻ്റെ ഒപ്പം തോളോട് തോൾ ചേർന്ന് നടക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതന്മാരായി നിങ്ങളെ കാണുകയാണ്. ശിഷ്യന്മാരോടാണ് ഈശോ പറയുന്നത്. ഒരുപാട് കൂടെ കൊണ്ട് നടന്ന് വളർത്തി വലുതാക്കിയ, അല്ലെങ്കിൽ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് ഒരുക്കി കൊണ്ടുവന്ന ശിഷ്യ സമൂഹത്തോടാണ് പറയുക, ഞാൻ നിങ്ങളെ എൻ്റെ സ്നേഹിതന്മാരായി കാണുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ശിഷ്യന്മാരോട് മാത്രമല്ല, നമ്മളോടെല്ലാവരോടും ഇത് തന്നെ പറയും. നീ എൻ്റെ സ്നേഹിതനാണ്, നീ എൻ്റെ സ്നേഹിതയാണ്, നീ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. മനസ്സ് വായിക്കുന്നവൻ ആരോ അവനാണല്ലോ സുഹൃത്ത്. മനസ്സ് കാണാൻ കഴിവുള്ളൊരു വ്യക്തിയാണല്ലോ സുഹൃത്ത്. ഈ മനസ്സ് തളർന്നു പോകുന്നതും മനസ്സ് ഉണർന്ന് നല്ല പ്രശോഭിച്ച് നിൽക്കുന്നതും അതൊക്കെ അതിൻ്റെ എല്ലാ വശങ്ങളും നന്നായി തിരിച്ചറിയാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് സുഹൃത്ത്. അങ്ങനെയെങ്കിൽ ഈശോ എത്രയധികം എന്നെ മനസ്സിലാക്കുന്നുണ്ടാവും, എത്രയധികം ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടാവും. വിശുദ്ധരൊക്കെ അങ്ങനെയായിരുന്നു. അവരൊരുപാട് ഈശോയെ മനസ്സിലാക്കി, അവരൊരുപാട് ഈശോയെ സ്നേഹിച്ചു. അവർ ഈശോയെ സ്നേഹിച്ചതിൽ കൂടുതൽ ഈശോ അവരെ സ്നേഹിച്ചു, ഇല്ലേ? വലിയൊരു ആത്മബന്ധമായിരുന്നു. അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഈശോ മാത്രം, അവരുടെ മനസ്സിൽ എപ്പോഴും ഈശോയുടെ മുഖം മാത്രം. വേറെ ഒന്നും ചിന്തിക്കാൻ അവർക്കറിയത്തില്ല, വേറെ ഒന്നും അവർ ഓർക്കുന്നേയില്ല. സദാസമയവും ഈശോയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം. വിശുദ്ധ ഡോൺ ബോസ്കോ പറയുന്നുണ്ട്, കാലുകൾ ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്നുവെങ്കിലും ഹൃദയം സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ ഹൃദയം ദൈവത്തിലാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയം സ്വർഗം തന്നെയാണ്, സത്യമല്ലേ? ഈ ഹൃദയത്തിൽ ദൈവമാണ് വസിക്കുന്നതെങ്കിൽ, ഈ ഹൃദയത്തിൽ ദൈവത്തിന് മാത്രമേ സ്ഥാനമുള്ളൂവെങ്കിൽ ഈ ഹൃദയം സ്വർഗമായിട്ട് മാറി. ഈ ഹൃദയത്തിൽ പിന്നെ എന്നും സന്തോഷമാണ്, സമാധാനമാണ്. എന്നെ സ്നേഹിതനായി സ്നേഹിതയായി കാണുന്ന എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ സ്വർഗീയ അനുഭവത്തിൽ തന്നെയാണ് മുന്നോട്ട് പോവുക. ഞാൻ എപ്പോഴും ആ ഒരു സ്വർഗീയ സ്നേഹത്തിൻ്റെ ആനന്ദത്തിൽ ആയിരിക്കും സദാസമയവും. ഈശോയോട് കൂട്ടുകൂടുന്നവർ, ഈശോയോട് ഒരു നല്ല സുഹൃത്ത് ബന്ധം വളർത്തിയെടുക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും കർത്താവ് പറഞ്ഞു തരും, സകല കാര്യങ്ങളും പഠിപ്പിച്ചു തരും. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 33-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയും: സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. സ്നേഹിതനോടെന്ന പോലെ എന്ന് പറഞ്ഞാൽ അവർ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു, ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. അത് എത്ര മണിക്കൂറുകൾ എടുത്തു എന്ന് നമുക്കറിയത്തില്ല. അത്രയും സമയം ഒരു നല്ല സുഹൃത്തിൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ സമയം പോണത് അറിയില്ലല്ലോ, മണിക്കൂറുകൾ പോവും, വളരെ സ്പീഡിൽ പോവും. എന്ന് പറഞ്ഞ പോലെ കർത്താവ് മോശയുടെ അടുത്ത് മണിക്കൂറുകൾ സംസാരിക്കുമായിരുന്നു, മുഖാഭിമുഖം അവർ സംസാരിക്കുമായിരുന്നു. അത്രയും ഒരു ബന്ധം. കർത്താവ് അങ്ങനെയാണ്, അടുത്ത് വന്നിരുന്ന് കാര്യങ്ങൾ വളരെ സ്നേഹത്തോടെ ചോദിച്ചറിയുകയും വേണ്ട തിരുത്തലുകൾ തരികയും വേണ്ട നിർദ്ദേശങ്ങൾ പറഞ്ഞു തരികയും വേണ്ട ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു തരികയും അങ്ങനെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ ഈശോ. അങ്ങനെ സ്നേഹിക്കുന്ന ഈശോയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം ഉണ്ടാകണം. എൻ്റെ ഹൃദയത്തിൽ ആ ഈശോ മാത്രമായിരിക്കണം. നല്ലൊരു സുഹൃത്ത് എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ടും ആ സ്നേഹം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ആരൊക്കെ ഈശോയുമായിട്ടുള്ള ആ സുഹൃത്ത് ബന്ധത്തിൽ, ആ സൗഹൃദത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നുവോ അവർക്കൊക്കെ വലിയ സംരക്ഷണത്തിൻ്റെ അനുഭവം ഉണ്ടാവും. അവരെ കർത്താവ് സംരക്ഷിക്കുന്നൊരു അനുഭവം ഉണ്ടാവും. നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെയല്ലേ?
ഈ ഭൂമിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ ആരെ നന്നായി സ്നേഹിക്കുന്നുവോ, മനസ്സിലാക്കുന്നുവോ, അവരുടെ ഒപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ, അവർ നമ്മളെയും ജീവന് തുല്യം സ്നേഹിക്കും. അവരും നമ്മളെ സഹായിക്കും. അവരെപ്പോഴും നമുക്കൊരു കെയറിങ്, എപ്പോഴും നമുക്കൊരു സംരക്ഷണം തന്നുകൊണ്ടേയിരിക്കും. കർത്താവ് അതിലും വലിയ സംരക്ഷണം ഏർപ്പെടുത്തുന്നവനാണ്. നോഹയുടെ അനുഭവം ഓർത്തു നോക്കി. സകല ജനങ്ങളും പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിച്ച് അവരെ നശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ കർത്താവ് നോഹയുടെ നിർമ്മലമായ മനസ്സാക്ഷി, പാപം ചെയ്യാത്ത ജീവിതം, വിശുദ്ധമായ ജീവിതം അത് കണ്ട് ബോധ്യപ്പെട്ട കർത്താവ് നോഹയുമായിട്ടുള്ള വലിയ ആത്മബന്ധം വളർത്തിയെടുക്കുകയാണ്. എങ്ങനെയാണെന്നറിയോ? ജലപ്രളയത്തിലൂടെ സകലരെയും തകർക്കാൻ, കൊന്നുകളയാൻ കർത്താവ് തീരുമാനിച്ചുവെങ്കിൽ നോഹയെ മാത്രം ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ആ പെട്ടകത്തിലേക്ക് കയറ്റി നിർത്തിയിട്ട് ഇതാ അവരെ രക്ഷിക്കാൻ, നോഹയ്ക്ക് അപകടം ഉണ്ടാകാതെ കർത്താവ് കാത്ത് സംരക്ഷിക്കുകയാണ്. ആര് കർത്താവുമായി നല്ല ഒരു സുഹൃത്ത് ബന്ധത്തിലേക്ക് കടന്നു വരുന്നുവോ അവർക്ക് സംരക്ഷണമുണ്ട്. അവർക്ക് വേദനകൾ ഉണ്ടാകില്ല എന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ അതിൻ്റെ ഒക്കെ നടുവിൽ ഒരു വലിയ കർത്താവിൻ്റെ സാന്നിധ്യം, എത്ര തകർച്ചയുടെ നടുവിലും കർത്താവ് കൂട്ടത്തിലുണ്ടെന്നുള്ളൊരു ബോധ്യം അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരു വലിയ സംരക്ഷണത്തിൻ്റെ അനുഭവം കർത്താവ് പ്രദാനം ചെയ്യും. ആരാ നിൻ്റെ സുഹൃത്ത്? ഓർത്ത് നോക്കണം കേട്ടോ. നാട്ടുകാരാണോ? വീട്ടുകാരാണോ? നിൻ്റെ കൂടെ പഠിച്ച് വളർന്ന് വലുതായി വന്നവരാണോ? അതോ കർത്താവാണോ? ആരാ നിൻ്റെ സുഹൃത്ത്? നിൻ്റെ ഈശോ ആണ് നിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തെങ്കിൽ ഉറപ്പ് സഹോദര നിനക്ക് സംരക്ഷണമുണ്ട്. ഉറപ്പ് സഹോദരി നിൻ്റെ ജീവിതം സുരക്ഷിതമാണ്. അത് തകരാൻ, കാറ്റത്ത് ആടി ഉലയാൻ കർത്താവ് സമ്മതിക്കുകയല്ല. സംരക്ഷണം ഉണ്ടാവും. ആ കൈകളിൽ നിന്നെ താങ്ങിക്കൊള്ളും. ആ കൈകളിൽ നിനക്ക് ബലമുണ്ട്, ആ സംരക്ഷണമുണ്ട്, നിനക്ക് ഇടമുണ്ട്. ആ ഹൃദയത്തിൽ എന്നും നിനക്ക് ഒരു വലിയ സ്ഥാനം കർത്താവ് തന്നിരിക്കും. ഇനി കർത്താവുമായി നല്ലൊരു സുഹൃത്ത് ബന്ധം നീ വളർത്തിയെടുക്കുന്നു എങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും. സംശയം വേണ്ട കേട്ടോ, ഒട്ടും സംശയം വേണ്ട. അബ്രാഹത്തെ വിളിച്ചില്ലേ കർത്താവ്? എന്നിട്ട് അബ്രാഹത്തോട് പറഞ്ഞില്ലേ, നിന്നെ ഞാൻ അനുഗ്രഹമാക്കും, നിന്നെ ഞാൻ അനുഗ്രഹമാക്കും, നിനക്ക് ഞാൻ വലിയ സ്ഥാനങ്ങൾ തരും, നിൻ്റെ ഒത്തിരി മക്കളെ തരും. എത്ര കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞത്. അനുഗ്രഹിക്കുമെന്ന് പറയാൻ അബ്രഹാം ആ അനുഗ്രഹം മുഴുവനും ഏറ്റുവാങ്ങുകയാണ്. അബ്രഹാം കർത്താവിനോട് എത്രയധികം കാര്യങ്ങളാണ് സംസാരിക്കണത് നമ്മൾ ഓർക്കുന്നില്ലേ? സോദോം ഗൊമോരയൊക്കെ നശിപ്പിക്കാൻ പോയപ്പോൾ ഇങ്ങനെ മുഖത്തോട് മുഖം നിന്നിട്ട് അബ്രഹാം കർത്താവിനോട് പറയാം, കർത്താവേ കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ആ നഗരത്തെ മുഴുവൻ നശിപ്പിക്കുമോ? ഇല്ല, നശിപ്പിക്കുകയല്ല. ഒരു പറഞ്ഞ് അവസാനം ഒരു 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ ആ നഗരം നശിപ്പിക്കാതെ അവരെ രക്ഷിക്കുമോ? ഈശോ പറഞ്ഞു, ഓക്കെ 10 പേരാണേലും മതി, ഞാൻ സഹായിക്കാം, ഞാൻ രക്ഷിക്കാം, നശിപ്പിക്കുകയല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, അബ്രാഹത്തിന് കർത്താവുമായി നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. എന്തും പറയാം, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഏത് രീതിയിലും മനസ്സിൻ്റെ വിചാരങ്ങളെ പ്രകടിപ്പിക്കാം, ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആ ചങ്കിലേക്ക് ചേർന്നിരിക്കാം, കെട്ടിപ്പിടിച്ച് ആ വലിയ കരവലയത്തിൽ അമർന്നിരിക്കാം, പറയാനുള്ളത് മുഴുവനും പറയാം. അരിശമാണെങ്കിൽ അരിശം, ദേഷ്യമാണെങ്കിൽ അങ്ങനെ, സങ്കടമാണെങ്കിൽ അത്, സ്നേഹമാണെങ്കിൽ അങ്ങനെ, എന്താണെങ്കിലും കർത്താവുമായി ഒരു നല്ല ആത്മബന്ധം അബ്രാഹത്തിനുണ്ടായിരുന്നു. അബ്രാഹത്തിന് മാത്രമല്ല അനുഗ്രഹം കിട്ടിയത്, അബ്രാഹത്തിലൂടെ തലമുറയായി അനുഗ്രഹങ്ങൾ കൈമാറിക്കൊണ്ടേയിരിക്കുകയാണ്. തലമുറയായി അനുഗ്രഹങ്ങൾ. ഇസഹാക്കിൻ്റെ ജീവിതം ഓർത്തു നോക്കി. ഇസഹാക്ക് എത്ര നന്നായിട്ടാണ് കർത്താവിനെ മഹത്വപ്പെടുത്തിയത്. അനുസരണത്തിലൂടെ കർത്താവ് എന്തു പറയുന്നു അതനുസരിക്കുകയാണ്. ഒരു വാക്ക് പോലും ഇസഹാക്ക് മാറ്റി ചിന്തിച്ചിട്ടില്ല. ഈജിപ്തിലേക്ക് പോകണ്ട, ഗരാറിൽ തന്നെ താമസിച്ചാൽ മതി, ഓക്കെ അത് സമ്മതിക്കുന്നു. ഈജിപ്തിലേക്ക് പിന്നെ പോകുന്ന ചിന്തയെ ഇസഹാക്കിൻ്റെ മനസ്സിലുള്ള ഏതൊരു കാര്യവും എത്ര തകർച്ചയിലൂടെ പോയാലും ഇസഹാക്ക് അത് അനുസരിക്കുകയാണ്. അപ്പോൾ തലമുറയായി കർത്താവിനെ അനുസരിക്കുന്നവരും കർത്താവിൻ്റെ സ്നേഹത്തിലായിരിക്കുന്നവർക്കും ആ വലിയ അനുഗ്രഹത്തിൻ്റെ നിറവുണ്ട്. പടിപടിയായിട്ട് അവർ ഉയർന്നുകൊണ്ടേയിരിക്കും. എത്ര കുടുംബങ്ങളെ അറിയാം, എത്ര സഹോദരങ്ങളെ അറിയാം, ആത്മാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കുന്നവർ, ആത്മാർത്ഥമായി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർ. കുറച്ച് നാൾ മുമ്പ് ഒരു സ്വർണത്തിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരു സഹോദരനെ പരിചയപ്പെടാനിടയായി. ഈ സഹോദരൻ പറയായിരുന്നു, സിസ്റ്ററെ ഒത്തിരി നാളായി കർത്താവിനെ അനുഭവിച്ചറിഞ്ഞിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. കിടക്കാനൊരു വീട് പോലും ഇല്ലാത്ത ഒരു വാടക വീട്, അത് ഏറ്റവും ചെറിയ വാടക വീട്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും സ്ഥലമില്ലാത്ത ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ
കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അതൊരു ശരിയായിട്ടുള്ള സ്നേഹമായിരുന്നു. അങ്ങ് സ്നേഹിച്ചു കർത്താവിനെ, വല്ലാതെ സ്നേഹിച്ചു കർത്താവിനെ, ഇപ്പോഴും സ്നേഹിക്കുന്നു. കർത്താവേ ഉള്ളൂ ഞങ്ങൾക്ക്, കർത്താവ് കഴിഞ്ഞിട്ടേ ഞങ്ങൾക്കുള്ളൂ, കർത്താവിന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടേ ഞങ്ങൾ മറ്റെന്തും കൊടുക്കൂ. എൻ്റെ സമയമാണെങ്കിലും സമ്പത്താണെങ്കിലും ആരോഗ്യമാണെങ്കിലും എന്താണെങ്കിലും കർത്താവിന് കൊടുത്തിട്ടേ മറ്റുള്ളവർക്കുള്ളൂ. എൻ്റെ ഈശോയും ഞാനും വലിയ ബന്ധത്തിലാണ്, വലിയ സ്നേഹത്തിലാണ്. ഈശോ എന്ന് പറയുമ്പോഴേക്കും ഞാൻ കാണുന്നുണ്ടായിരുന്നു ആ മുഖം ഇങ്ങോട്ട് പ്രശോഭിക്കുകയാണ്, ആ മുഖത്ത് വലിയൊരു ചൈതന്യമാണ്, ആ കൈകൾക്കൊക്കെ ഒരു ബലമുള്ളത് പോലെ തോന്നുകയാണ്, ആ സ്വരത്തിനൊക്കെ വലിയൊരു ഗാംഭീര്യം അനുഭവപ്പെടുകയാണ്. ഈശോ വേണം എനിക്ക്, ഈശോ വേണം എനിക്ക്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ആ സഹോദരനെ എല്ലാ രീതിയിലും ഈശോ ഉയർത്തി, എല്ലാ രീതിയിലും. നല്ല കൊട്ടാരം പോലെയുള്ളൊരു ഭവനത്തിലായിരുന്നു താമസിക്കുക. വാഹനങ്ങൾ എത്രയാണെന്ന് അറിയത്തില്ല. എല്ലാം കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. വേറെ ഒരു പരിപാടിക്കും ആ ഭവനത്തിൽ സ്ഥാനമില്ല. മദ്യത്തിനോ ലഹരി വസ്തുക്കൾക്കോ ചീത്തയായ കൂട്ടുകെട്ടുകൾക്കോ അനാവശ്യമായി സംസാരിച്ച് സമയം കളയാൻ മീറ്റിംഗ് കൂടാനോ ഇല്ല. നെവർ. കർത്താവിൻ്റെ കൂടെ മാത്രം, കർത്താവിന് ഒന്നാം സ്ഥാനം. വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞു, ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്തു ഉടനെ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുകയാണ്. പിന്നെ സ്തുതിപ്പായി തനിച്ചിരുന്ന് കുടുംബം ഒന്നിച്ച് സഹോദരങ്ങളോട് ചേർന്ന്, സഹോദരങ്ങളുടെ ഇടയിലൊക്കെ വലിയ മതിപ്പാണ് ഈ മകനെക്കുറിച്ച്. സ്വന്തം സഹോദരങ്ങൾ, പെങ്ങന്മാർ, ചേട്ടനനിയന്മാർ, മാതാപിതാക്കൾ, അവർക്കൊക്കെ ഈ മകനെക്കുറിച്ച് 100 നാക്കാ പറയാൻ. എന്തൊരു സ്നേഹമാണെന്നറിയോ, എന്തോ ഒരു ബഹുമാനമാണെന്നറിയോ. ഈ സഹോദരൻ എളിമയോടെ പറഞ്ഞു, സിസ്റ്ററെ, ഈശോ ഇതിൻ്റെയൊക്കെ പുറകിലുള്ളത്. എനിക്കെൻ്റെ ഈശോയെ സ്നേഹിക്കുന്നു എന്ന് മാത്രമേ പറയാൻ അറിയത്തുള്ളൂ, വേറെ ഒന്നും എനിക്ക് കാരണം പറയാൻ അറിയത്തില്ല. എങ്ങനെ ഇത്ര പെട്ടെന്ന് വലിയൊരു വളർച്ച ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണം എനിക്ക് പറയാൻ അറിയത്തുള്ളൂ, ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നു, എനിക്കെൻ്റെ ഈശോ വേണം, എനിക്കെൻ്റെ ഈശോയുടെ കൂടെ ആകണം. പ്രിയമുള്ള സഹോദരങ്ങളെ, തലമുറ വരെയും അനുഗ്രഹിക്കപ്പെടുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ആ സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, മൂത്ത മകൻ സ്പോർട്സിലൊക്കെ നല്ല മികവുറ്റ സേവനം ചെയ്യുന്ന മോനാണ്, സ്റ്റേറ്റ് ലെവലിൽ 3 ഐറ്റംസിന് അവന് 1ാം സ്ഥാനം കിട്ടി. സിസ്റ്ററെ, ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയണം. അവൻ അത്രയും കഴിവൊന്നുള്ള മോനല്ല, പക്ഷെ സ്റ്റേറ്റ് ലെവലിൽ അവൻ ഉയർത്തുകയാണ്. ആത്മീകവും ഭൗതികവുമായ തലങ്ങളിൽ അനുഗ്രഹിക്കപ്പെടുകയാണ്. അനുസരിക്കുന്ന അല്ലെങ്കിൽ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തി മാത്രമല്ല, അവരുടെ തലമുറ വരെയും, കുടുംബാംഗങ്ങൾ മുഴുവൻ, പ്രിയപ്പെട്ടവർ മുഴുവൻ, അവരാരെയൊക്കെ സ്നേഹിക്കുന്നു, ആരെയൊക്കെ അവരറിയുന്നു, അവർ മുഴുവൻ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഒരാൾ കർത്താവിനോട് ചേർന്ന് നിന്നാൽ കൂടെയുള്ളവരും അനുഗ്രഹിക്കപ്പെടുകയാണ്. സത്യമല്ലേ ഞാൻ പറയണത്? അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ജീവിതത്തിൽ നമ്മുടെ ഇടയിലും ഇത് തന്നെ പ്രവർത്തിക്കാൻ കർത്താവ് മനസ്സാകും. ഇനി കർത്താവുമായിട്ട് നല്ലൊരു ഒരു സൗഹൃദം നമ്മൾ വളർത്തിയെടുക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ സാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടാവും. ആ സാന്നിധ്യം നമ്മുടെ ഉദ്യമങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. എന്ത് ജോലി ചെയ്താലും അതിന് 100 മാർക്കാണ്, അതിന് വലിയ സമ്മാനമാണ്. ഒരു ചെറിയ ജോലിയാണെങ്കിൽ പോലും അതിന് വലിയ പ്രതിഫലമാണ്. കർത്താവ് സമ്മാനം തരാൻ ഒരുങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ഉദ്യമങ്ങളെ വിജയിപ്പിക്കും കർത്താവ്. ജോസഫിൻ്റെ അനുഭവത്തിൽ അങ്ങനെയായിരുന്നു. ജോസഫിന് എന്ത് ചെയ്താലും, അവൻ ചെറിയൊരു കാര്യമാണ് വിശ്വസ്തയോടെ ചെയ്യുന്നതെങ്കിലും അവനെ പ്രതി അവിടെയുള്ളവരെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കുകയാണ്, അനുഗ്രഹത്തിൻ്റെ നിറവിലേക്ക് ഉയർത്തുകയാണ്. എന്തോരം അനുഗ്രഹമാണ് ജോസഫിന് കിട്ടിയത്. കാര്യം അവൻ കുറേ സഹിച്ചു, കുറേ വേദനിച്ചു, ക്ഷമിച്ചു, ഓർത്തോർത്ത് പ്രാർത്ഥിച്ചു. പക്ഷേ ആ നൊമ്പരങ്ങൾ മുഴുവൻ ജോസഫിന് കൃപയായിട്ട് മാറി. ഉദ്യമങ്ങളിൽ വിജയിച്ചു. പല ആവർത്തി നമ്മൾ കാണുന്നൊരു വചനഭാഗമാണ്, കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആരുടെ കൂടെ? ജോസഫിൻ്റെ കൂടെ. അപ്പോൾ കർത്താവിനോട് സൗഹൃദം പുലർത്തുന്നവർ, കർത്താവിനോട് ആത്മാർത്ഥമായ ബന്ധം പുലർത്തുന്നവർക്ക് ആ കരം എന്നും കൂടെ ഉണ്ടാവും. എന്തിന്? നമ്മളെ വിജയത്തിലേക്ക് നയിക്കാൻ, നമ്മളെ കൈകളിൽ കൊണ്ടു നടക്കാൻ. കർത്താവ് ഒരിക്കലും നമ്മളെ മാറ്റി നിർത്താൻ സമ്മതിക്കുകയല്ല, നമ്മളൊരിക്കലും നമ്മളിൽ നിന്ന് അകന്നു പോകാൻ സമ്മതിക്കുകയല്ല, ഒരു കാരണവശാലും. ഞാൻ ഓർക്കുന്നു, 75 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരൻ ഒരു അപ്പച്ചനെ കാണാനിടയായി. ധ്യാനത്തിൽ സംബന്ധിക്കാൻ വന്നതാണ്. മെലിഞ്ഞിട്ടിങ്ങനെ വളഞ്ഞിട്ടായിരിക്കണത് പാവം. എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ എൻ്റെ ഈശോയെ വല്ലാതെ സ്നേഹിക്കുകയാണ്, എനിക്ക് ഈശോയോടാണ് സ്നേഹം കൂടുതൽ, ഭാര്യയോടല്ല. അതിൽ കൂടുതൽ സ്നേഹം ഈശോയോടാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് സ്നേഹിക്കണത്? ഈശോയെ എങ്ങനെയാണ് സ്നേഹിക്കണത്? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് സിസ്റ്ററെ, വലിയ കാര്യങ്ങളൊന്നും സ്നേഹിക്കാൻ എനിക്കറിയത്തില്ല. രാവിലെ 3:30 ആകുമ്പോൾ എഴുന്നേക്കും. ഭാര്യയ്ക്ക് ഇച്ചിരി വാദത്തിൻ്റെയൊക്കെ അസുഖമുള്ളത് കൊണ്ട് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യണം. എല്ലാ ജോലിയും വീട്ടിൽ വേഗം ചെയ്ത് വെച്ചിട്ട് പിന്നെ റബ്ബർ വെട്ടാൻ പോവും. അതൊക്കെ കഴിഞ്ഞ് രാവിലെ ഒരു 9 മണി ആകുമ്പോഴേക്കും വരും. ഞാൻ കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കും, ബൈബിള് വായിക്കും, സ്തുതിച്ച് പ്രാർത്ഥിക്കും, ജപമാലയൊക്കെ ചൊല്ലും. പിന്നെ എന്താണ്, വൈകിട്ട് എല്ലാ ദിവസവും അവിടെ കുർബാന ഉള്ളതുകൊണ്ട് ബലിയിൽ പങ്കുചേരും. അതിനുശേഷം കുടുംബ പ്രാർത്ഥനയൊക്കെയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ടൈം ടേബിളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറയാണ്, സിസ്റ്ററെ, എനിക്ക് എൻ്റെ ഈശോയെ ഇത്രയും സ്നേഹിച്ചത് പോരാ, എനിക്ക് സ്നേഹിക്കണം ഈശോയെ. ഭക്ഷണം കഴിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല.
ഒരു നേരം മാത്രം, 8 വർഷത്തോളമായി ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കത്തുള്ളൂ. ഞാൻ മുഴുവൻ സമയവും വചനം വായിക്കും. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമം പറഞ്ഞാൽ അവരെ പോയി കേൾക്കും. ആശുപത്രികളൊക്കെ ഇടയ്ക്ക് സന്ദർശിക്കാൻ പോവും. കുട്ടികളുടെ അനാഥ മന്ദിരങ്ങളൊക്കെ സന്ദർശിക്കാൻ പോവും. അതൊക്കെ കഴിഞ്ഞ് എപ്പോഴെങ്കിലുമൊക്കെ ഫ്രീ ടൈം കിട്ടിയാൽ ഉടനെ പ്രാർത്ഥിക്കാൻ ആരംഭിക്കും. ഈശോയെ വിളിക്കാൻ തുടങ്ങും. ഈശോ എൻ്റെ ഹൃദയത്തിൽ വേണം എന്നൊരു വലിയ ആഗ്രഹമായി. എന്നിട്ടോ ഈ സഹോദരൻ പറയാം, ബൈബിളിലെ കുറേ അധ്യായങ്ങൾ കാണാതെ അറിയാം. നമുക്കൊരു വചനം, അത് ഏത് അധ്യായം എത്രാമത്തെ വാക്യം നമുക്കതറിയത്തില്ല, നമ്മൾ മറന്നു പോകും. നമ്മുടെ മെമ്മറി പവറൊക്കെ വളരെ വീക്കാണ്. ഈ 75 വയസ്സുള്ള അപ്പച്ചൻ പറയുകയാണ്, എനിക്ക് ഏതാനും അധ്യായങ്ങൾ മുഴുവൻ കാണാതെ അറിയാം. എന്നെ ഒരു അധ്യായം മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു. അന്ന് സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു. ഞാൻ ഓർക്കുന്നു പ്രിയമുള്ളവരെ, എത്രയോ നല്ല മനസ്സുള്ള സഹോദരങ്ങൾ ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ ആഴപ്പെട്ട് കഴിയുന്നു. അവർക്ക് മറ്റു ബന്ധങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ സെക്കൻഡറി ആണ്. അതിലേക്കൊന്നും അവർ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുകയില്ല. ഈശോ ആയിട്ടുള്ള ബന്ധം, ഈശോയ്ക്ക് ഒരിക്കലും വേദനിക്കാൻ ഇടവരല്ല, ഈശോ ഒരിക്കലും സങ്കടപ്പെടല്ല, ഈശോയുടെ കണ്ണ് നിറയാൻ ഇടവരല്ല. ഈശോയെ സ്നേഹിക്കണം, എനിക്കെൻ്റെ ഈശോയെ വാശിയോടെ സ്നേഹിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് തൻ്റെ സ്നേഹത്തിൽ ആയിരിക്കുന്നവരുടെയൊക്കെ ഉദ്യമങ്ങളിൽ അവരെ വിജയിപ്പിക്കും. എത്ര ചെറിയ അധ്വാനമാണെങ്കിലും അവരുടെ ഉദ്യമങ്ങളിൽ വിജയിക്കാൻ കർത്താവ് കൃപ തരും, കർത്താവ് ഭാഗ്യം തരും. നമ്മുടെ ഉള്ളിൽ ഈ ഈശോയ്ക്ക് ഒരു വലിയ സ്ഥാനം കൊടുക്കാം. ഈ ഈശോയ്ക്ക് വലിയൊരു സ്ഥാനം കൊടുക്കണം. ഈശോ ആയിരിക്കട്ടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. ഈശോ ആയിരിക്കട്ടെ ഹൃദയത്തിൽ മായാതെ നിൽക്കേണ്ട മുഖം, ഒരിക്കലും മാഞ്ഞു പോകാത്തൊരു മുഖം ഈശോയുടേത് മാത്രമായിരിക്കട്ടെ. എത്ര അധ്വാനമാണെങ്കിലും അതിനെ ഫലവത്തണിയിക്കാൻ ഈശോ സഹായിക്കും. ചെറിയൊരു കാര്യമാണോ നീ ചെയ്യുന്നത്, അത് ഈശോ മാനിക്കും കേട്ടോ, അത് ഈശോ ഓർത്തിരിക്കും കേട്ടോ, അത് ഈശോ അംഗീകരിക്കും. ചെറിയൊരു ജോലിയാണെങ്കിൽ പോലും ഈശോ അതിനെ അംഗീകരിക്കും, ഈശോ അതിനെ മാനിക്കും. ഈശോ ആയിരിക്കട്ടെ നിൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്. ഞാൻ ഓർക്കുന്നു, ഒരു സഹോദരി ധ്യാനിക്കാൻ വന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ കാണിച്ചു തരികയാണ്. കുറേ തോർത്ത് അതിങ്ങനെ അലക്കി വിരിച്ച് ഇടുന്ന ഒരു രംഗം കാണിച്ചു തരികയാണ്. ഞാൻ ചോദിച്ചു, സഹോദരി, ഈ തോർത്ത് അലക്കിയിട്ട് വിരിച്ചിടുന്നത് കാണുന്നത് ചെറിയൊരു കാര്യമാണ്, അത്ര വലിയ കാര്യമല്ല, ചെറിയൊരു കാര്യമാണ്. ഉടനെ ഈ സഹോദരി കണ്ണൊക്കെ ഇങ്ങോട്ട് മിഴിച്ചു വന്നു. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറയുക, സിസ്റ്ററെ, ഞാൻ ഇന്ന് രാവിലെ വീട്ടിലെല്ലാവരുടെയും ഭർത്താവിൻ്റെയും മക്കളുടെയൊക്കെ തോർത്ത്, അവരുപയോഗിക്കുന്ന തോർത്തൊക്കെ ഇച്ചിരി വല്ലാതെ നിറം കുറഞ്ഞു പോയായിരുന്നു. അതൊക്കെ എടുത്തിട്ട് കുറേ പുഴുങ്ങി അങ്ങ് അലക്കി, നന്നായിട്ട് അലക്കി, കല്ലിൽ തല്ലി അലക്കി. വാഷിംഗ് മെഷീനിലിട്ടാൽ അത്രയും വൃത്തിയാകില്ല എന്ന് തോന്നിയതുകൊണ്ട് നന്നായിട്ട് അലക്കി, നല്ല കളറായി, നന്നായിട്ട് അത് നിറം വെച്ചു, നന്നായിട്ട് അത് ഊരിപ്പിഴിഞ്ഞതാ വിരിച്ചിട്ടിട്ട് ഇങ്ങോട്ട് പോന്നു. പക്ഷെ പോരാൻ നേരത്ത് എൻ്റെ നടു മുഴുവൻ ഒടിഞ്ഞു പോയല്ലോ എന്ന് ഓർത്തുപോയി. സങ്കടം തോന്നിപ്പോയി, വേദനിക്കുന്നല്ലോ നടു, അങ്ങനെയൊക്കെ ഓർത്ത് വിഷമിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഇത് പറഞ്ഞിട്ട് ഈ സഹോദരി പറയാം, എൻ്റെ ഈശോ എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചാൽ എന്താ അങ്ങനെ പറയാൻ കാര്യം? അല്ല, ഞാനൊരു കൊച്ചു തുണി അലക്കിയത് പോലും ഓർത്തിരിക്കണ ഒരു ഈശോ ആണോ എൻ്റെ കൂടെ ഉള്ളത്? അങ്ങനെ ഒരു ഈശോ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അസ്വസ്ഥപ്പെടുന്നത്? സത്യമല്ലേ? ഞാൻ തുണി അലക്കിയിട്ട് വിരിച്ചിടുന്നത് പോലും ഓർത്തിരുന്നിട്ട് അത് എന്നെ കണ്ടപ്പം അത് വേഗം പറയാണ്. ഈശോയ്ക്ക് പറയാനൊരു അവസരം കിട്ടണമല്ലോ, ഈശോയ്ക്ക് പറയാനൊരു വേദി കിട്ടണമല്ലോ. കണ്ട പാടെ ആദ്യത്തെ സന്ദേശമാണ് തുണി തോർത്ത് അലക്കിയിട്ട് വിരിച്ച് ഉണക്കണത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോ കാണുന്നുണ്ടെല്ലാം, ഈശോ കാണുന്നുണ്ട്. നീ ചെയ്യുന്നൊരു കൊച്ചു ജോലി പോലും, ഒരു ചെറിയ പ്രയത്നം പോലും ഈശോ കാണുന്നു. നിൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും വിജയത്തിലേക്ക് കൊണ്ടുവരാൻ ഈ സുഹൃത്ത് ബന്ധം, ഈശോയുമായിട്ടുള്ള നിൻ്റെ സുഹൃത്ത് ബന്ധം കാരണമായി തീരും. എല്ലായ്പ്പോഴും ഈ കാര്യം, ഈ സുഹൃത്ത് ബന്ധം നിന്നെ സഹായിക്കും. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഈശോയുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം നിന്നെ ശക്തനാക്കും, നിന്നെ ധീരയാക്കും, നിനക്ക് ബലം തരും. ഒരു കാരണവശാലും എനിക്കൊരു തീരുമാനമില്ല, സങ്കടമാണ്, വിഷമമാണ്, വേദനയാണ്, എന്നെ എല്ലാവരും ഇങ്ങനെയാണ് എന്നോട് പെരുമാറുക, ഇങ്ങനെയൊന്നും പറയാൻ സമ്മതിക്കുകയല്ല. കർത്താവ് ശക്തനാക്കും നമ്മളെ, ഒരു കാരണവശാലും തളരാൻ ഇടയാക്കില്ല. മോശയുടെ അനുഭവം ഓർത്ത് നോക്കിയേ, എന്നാ ദേഷ്യ സ്വഭാവമൊക്കെ ആയിരുന്നു. പക്ഷേ മോശ ഇടയ്ക്കിടയ്ക്ക് പോവും എവിടേക്ക്, മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ വരിക, ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവേന്നും പറഞ്ഞ് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മോശയുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഭവം ഉണ്ടായിരുന്നു, വലിയ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. കർത്താവ് അങ്ങ് ശക്തിപ്പെടുത്തുകയാണ്, കർത്താവ് അങ്ങ് വല്ലാതെ ബലപ്പെടുത്തുകയാണ്. ആര് ഈശോയോട് ചേർന്ന് നിൽക്കുന്നുവോ, ആര് നല്ലൊരു സുഹൃത്ത് ബന്ധത്തിലേക്ക് വരുന്നുവോ, ഈശോയാണ് ഏറ്റവും നല്ല സുഹൃത്തായിട്ട് കാണാൻ നിനക്ക് കഴിയുന്നത് എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ നിന്നെ ശക്തിപ്പെടുത്തുന്ന അവസരങ്ങളുണ്ടാവും. കഴിവ് കണ്ടിട്ടല്ല,
യോഗ്യത കണ്ടിട്ടല്ല, വലിയ പുള്ളി ആയതുകൊണ്ടുമല്ല. ഈശോ സ്നേഹിച്ചു, വല്ലാതെ സ്നേഹിച്ചു. ആ ഈശോ നമ്മളെ വീണ്ടും ഉയർത്തിക്കൊള്ളും. ആ ഈശോ വീണ്ടും നമ്മളെ ബലപ്പെടുത്തിക്കൊള്ളും. ഒരു കാരണവശാലും തളർന്ന് പുറകോട്ടേക്ക് പോകേണ്ടതില്ല. അപ്പോൾ ഈശോയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഉദ്യമങ്ങളിൽ നമ്മൾ വിജയിക്കുകയാണ്. തന്നെയല്ല, നമ്മൾ ശക്തരാവുകയാണ്, ധീരരാവുകയാണ്. ജോഷയുടെ ജീവിതം ഓർത്ത് നോക്ക്. ശക്തനായില്ലേ, ധീരത കാണിച്ചില്ലേ, ധൈര്യം കാണിച്ചില്ലേ? ഈശോയെ സ്നേഹിക്കാൻ ഒരു ധൈര്യം, ഈശോയുടെ കൂടെ നടക്കാൻ ഒരു ധൈര്യം നമ്മളിൽ നിറയട്ടെ. അങ്ങനെ ഒരു ബന്ധം, ഈശോയുമായിട്ടുള്ള ആ സൗഹൃദത്തിൽ, ആ ബന്ധത്തിൽ വളർന്നു വരുമ്പോൾ ഈശോയുടെ മുഖം മനസ്സിൽ പതിഞ്ഞുകൊള്ളും, ഈശോയുടെ സ്നേഹം മനസ്സിൽ നിറഞ്ഞുകൊള്ളും. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിൽ ആരെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? എൻ്റെ ഹൃദയത്തിൽ ആരെയാണ് ഞാൻ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുള്ളത്? ഈ വചനം സ്വീകരിക്കുമ്പോൾ ഒറ്റ സെക്കൻഡ് ഒന്ന് ഓർത്ത് നോക്ക്. ആരാ ഉള്ളത് നിൻ്റെ മനസ്സിൽ? സമ്പത്താണോ? എപ്പോഴും പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം, ഈ ഒരൊറ്റ ചിന്തയുള്ളൂ? അല്ല. ചില വ്യക്തികൾ എപ്പോഴും എൻ്റെ മനസ്സിൽ. എന്താ നിൻ്റെ മനസ്സിൽ? ആരാ നിൻ്റെ സുഹൃത്ത്? ഈശോ ആണോ? ഈശോയേക്കാൾ കൂടുതൽ ആരെങ്കിലും കയറിയോ? ഈശോയേക്കാൾ കൂടുതൽ എന്തെങ്കിലും കയറിയോ? വേണ്ട കേട്ടോ, മാറ്റിവെക്കാം. നമുക്ക് നമ്മുടെ ഈശോ മതി, നമുക്ക് നമ്മുടെ ഈശോ. ഈ ഈശോയ്ക്ക് എൻ്റെ ഹൃദയം കൊടുക്കുന്നുവെങ്കിൽ ആ ഹൃദയത്തെ ഈശോ ഇങ്ങനെ കൊണ്ടു നടക്കും, കയ്യിൽ ഇങ്ങനെ കൊണ്ടു നടക്കും. ഫൗസ്റ്റീന വിശുദ്ധ ഓർക്കുന്നില്ലേ? ഈ ഫൗസ്റ്റീന ഒരിക്കൽ അവരെല്ലാ സിസ്റ്റേഴ്സും കൂടെ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഒരുങ്ങാൻ. ഉടനെ ഈശോ പറഞ്ഞു, നീ പോകണ്ട. അപ്പോൾ ഫൗസ്റ്റീന പറഞ്ഞു, അയ്യോ ഞാൻ പോയില്ലെങ്കിൽ ശരിയാകില്ല, അവരെല്ലാവരും പോകുമ്പോൾ ഞാൻ മാത്രം ഒറ്റയ്ക്കായാലും അത് വേറെ രീതിയിലൊക്കെ പ്രശ്നമാവും, എനിക്ക് പോകണം, എനിക്ക് നിർബന്ധമായിട്ടും പോകണം. അങ്ങനെ ഫൗസ്റ്റീന വാശി പിടിച്ച് പോകാൻ ഇറങ്ങുമ്പോൾ ഈശോ വന്ന് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, നീ പോവാണോ? ഞാൻ പോവാണ് ഈശോ, എനിക്ക് പോകണം. അങ്ങനെ പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, എന്നാൽ പോയിക്കോ, നിൻ്റെ ഹൃദയം എൻ്റെ കയ്യിലാണ്. ഈശോ ഫൗസ്റ്റീനയുടെ ഹൃദയം എടുത്ത് കയ്യിൽ പിടിച്ചു, പോയിക്കോളാൻ പറഞ്ഞു. ഫൗസ്റ്റീന നിവൃത്തിയില്ലാണ്ട് പോകേണ്ടി വരികയാണ്. ഫൗസ്റ്റീന അവിടെ ചെന്നു. അധികം വൈകിയില്ല. ഫൗസ്റ്റീന പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാം, വേഗം തിരിച്ചു പോകാം. അപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു, അല്ല നിങ്ങൾ വന്നല്ലേ ഉള്ളൂ, അല്ല ഞങ്ങൾ ചിലപ്പം ലേറ്റ് ആയാലോ, എങ്ങാനും സമയം വൈകിപ്പോയാലോ, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാൻ. ഇവൾ വേഗം എല്ലാവരെയും ഒരുക്കി അടുത്ത സമയത്തിനുള്ളിൽ തന്നെ തിരിച്ചു പോരുകയാണ്. ഇവിടെ തിരിച്ചു വന്നപ്പോൾ കോൺവെൻറ്റിലെ മദർ ചോദിച്ചു, അല്ല നിങ്ങൾ പോയില്ലേ, ആ സ്ഥലത്തേക്ക് പോയില്ലേ, അല്ലെങ്കിൽ ഇത്ര വേഗം തിരിച്ചു വന്നതാണോ, എന്നാ സംഭവം ഉണ്ടായി? ഉടനെ പറഞ്ഞു, അമ്മ അത് വൈകണ്ടാന്ന് ഓർത്തിട്ട് ഞങ്ങൾ വേഗം തിരിച്ചു പോകുന്നതാണ്, ഇത്രയും ദൂരമല്ലേ, അപ്പം അതുകൊണ്ട് ഞങ്ങൾ വേഗം തിരിച്ചു പോകുന്നതാണ്. ഈ ഫൗസ്റ്റീന കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെന്ന് നിൽക്കുകയാണ്. യാത്രയൊക്കെ കഴിഞ്ഞ് വേഗം തിരിച്ചു വന്ന് ഈശോയുടെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. എന്താ ഈശോ പറഞ്ഞതെന്നറിയോ? ഫൗസ്റ്റീന, നീ മദറിനോട് പറഞ്ഞില്ലേ സമയം വൈകണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ വേഗം വന്നതെന്ന്? അല്ലല്ലോ, സത്യം അങ്ങനെയല്ലല്ലോ. നീ വേഗം വന്നത് ഹൃദയം നിൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലായതുകൊണ്ടല്ലേ നീ വന്നത്. ഹൃദയം എൻ്റെ കയ്യിലാണെന്ന് നിനക്ക് ബോധ്യമുള്ളത് കൊണ്ടല്ലേ നീ വന്നത്. നിനക്കൊരു അസ്വസ്ഥതയായിരുന്നില്ലേ, അതുകൊണ്ടല്ലേ നീ വേഗം വന്നത്. ചിലപ്പോഴെങ്കിലൊക്കെ അസ്വസ്ഥത തോന്നുന്നെങ്കിൽ ഓർത്തോണം, ഹൃദയം എവിടെയാണ് ഉള്ളത്. വേറെ എവിടെയെങ്കിലും എന്തിലെങ്കിലുമൊക്കെ ആണെങ്കിൽ അസ്വസ്ഥത കൂടും. അല്ലാതെ ഈശോയുടെ കയ്യിലാണെങ്കിൽ ശാന്തതയിലേക്ക് വരാൻ അധികം സമയം വേണ്ട. ഹൃദയം എപ്പോഴും ഈശോയുടെ കൈകളിലായിരിക്കണം. അത് സമ്പത്തിലല്ല, അത് ആരോഗ്യത്തിലല്ല, അത് സൗന്ദര്യത്തിലല്ല, അത് ജോലിയിലല്ല, അത് മക്കളിലല്ല. നിൻ്റെ ഹൃദയം എപ്പോഴും ഈശോയുടെ കൂടെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. നിങ്ങൾ എൻ്റെ സ്വന്തമാണ്, നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരാണ്, നിങ്ങൾ എൻ്റെ മാത്രമാണ്. ഈശോ മാത്രമല്ല ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ആ വലിയ സുഹൃത്ത് ബന്ധത്തിൽ നമുക്ക് വളർത്തിയെടുക്കണം. ആ വലിയ ഐക്യം, ആ വലിയ സ്നേഹവും ആ വലിയ പ്രോത്സാഹനമൊക്കെ നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഈശോ ആണ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തെങ്കിൽ ഈശോയ്ക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാം ഈശോയ്ക്ക് അറിയാം. എൻ്റെ എല്ലാ നടപ്പും ഇരിപ്പും ചിന്തകളും അത് മുഴുവനും ഈശോയ്ക്ക് അറിയാം. അങ്ങനെയെങ്കിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഈശോയ്ക്കൊരു തീരുമാനമുണ്ട്. എല്ലാ അവസരങ്ങളെക്കുറിച്ചും ഈശോയ്ക്കൊരു തീരുമാനമുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവുമായി നമ്മൾ സൗഹൃദത്തിലാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജയിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് തോൽവിയില്ല, പിന്നെ നമുക്ക് നിരാശയില്ല, പിന്നെ നമുക്ക് സങ്കടമില്ല. എപ്പോഴും എന്ത് കാര്യം ചെയ്താലും അതിനൊരു വിജയത്തിൻ്റെ അനുഭവം കർത്താവ് തരികയാണ്. നമുക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കണം. എൻ്റെ ഹൃദയത്തിൽ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം. എൻ്റെ ഹൃദയത്തിൽ ഈശോ കഴിഞ്ഞിട്ടേ ഇനി എന്തുള്ളൂ. എൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്തകളാണെങ്കിൽ പോലും, എൻ്റെ സമയത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാണെങ്കിൽ പോലും അതെൻ്റെ ഈശോ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതെൻ്റെ ഈശോ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഈശോയ്ക്കാണ് ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് എങ്കിൽ പിന്നെ നമ്മുടെ മനസ്സിൽ വേറെ ഒന്നും കയറി വരികയില്ല, വേറെ ഒന്നും നമ്മളെ ഭാരപ്പെടുത്തില്ല, വേറെ ഒന്നും നമ്മളെ തളർത്തിക്കളയില്ല. ഒരു വ്യക്തിക്കും നമ്മളെ സ്വാധീനിക്കാൻ പറ്റുകയില്ല, വേറെ ഒരു തിന്മയും നമ്മളെ തകർക്കാൻ ഇടയാക്കില്ല. നമുക്ക് കർത്താവിനോട് പറയണം, ഈശോയെ എൻ്റെ ഹൃദയത്തിൽ എന്നും നീ വസിക്കണേ,
എന്നും നീ വസിക്കണേ. മോശയുടെ ഹൃദയത്തിൽ ഒരു സ്നേഹിതൻ എന്ന പോലെ നീ ചെന്നിരുന്ന് സംസാരിക്കുമായിരുന്നല്ലോ. കർത്താവെ, എൻ്റെ ജീവിതത്തിലും ഒരു നല്ല സുഹൃത്തിനോടെന്ന പോലെ സംസാരിക്കാൻ, എൻ്റെ കൂടെ ഇരിക്കാൻ, എൻ്റെ കൂടെ നടക്കാൻ അങ്ങ് എൻ്റെ ഒപ്പം ഉണ്ടാകണമേ. ഞാൻ നിങ്ങളെ എൻ്റെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. ഞാൻ നിങ്ങളെ എൻ്റെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. ഈശോയെ, നിൻ്റെ സ്നേഹിതയാണ് ഞാൻ, നിൻ്റെ സ്നേഹിതനാണ് ഞാൻ. എന്നെ പരിഗണിക്കണേ, എന്നെ ഓർക്കണേ, എന്നെ സഹായിക്കണേ കർത്താവെ. നമുക്ക് പ്രാർത്ഥനകളൊക്കെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമുക്ക് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. കർത്താവെ, നിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ നിറവ് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ എന്നും ആ സാന്നിധ്യം അനുഭവിച്ച് കൃപയിൽ ജ്വലിക്കാൻ എന്നെ പരിശീലിപ്പിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ, എൻ്റെ കൂടെ ഉണ്ടാകണേ. ഏറ്റവും നല്ല സുഹൃത്തായി നിന്നെ കാണാൻ, നീ അറിയാത്ത ഒന്നും ജീവിതത്തിലുണ്ടാകാൻ ഇടവരുത്തല്ല. എല്ലാം നീ അറിയുന്നുണ്ടെന്നും എല്ലാം നീ കാണുന്നുണ്ടെന്നൊക്കെയുള്ള വലിയ ബോധ്യം എന്നിൽ ആഴപ്പെടുത്തി തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.